ഹൃദയത്തിലേക്ക് അത് കടത്തിവിടണം. പ്രൈസ് ഗോഡ്. ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് അത് വായിൽ കൂടെ വചനമായി മറ്റുള്ളവരുടെ മുമ്പിലേക്ക് വെളിയിൽ വരണം. ഇങ്ങനെയൊക്കെ നടക്കുമ്പം ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സകല വിഷയങ്ങളിലും സ്വാധീനം ലഭിക്കുന്നത് കാണാൻ സാധിക്കും. ദൈവവചനത്തിന് സ്വാധീനം കിട്ടിയാൽ ആ ദൈവവചനത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സാധിക്കും എന്ന് ഇതിൻ്റെ സ്തോത്രം 1-ാം സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴി നിൽക്കാതെ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിച്ച് അതിൽ സന്തോഷിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. പ്രൈസ് ഗോഡ്. അപ്പം നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ സാധ്യമാകുന്നില്ലെങ്കിൽ അത് സാധ്യമായി കിട്ടാൻ കർത്താവ് വച്ചിരിക്കുന്ന വ്യവസ്ഥയാണ് തിരുവചനം ധ്യാനിക്കുക. എങ്ങനെ ധ്യാനിക്കണം? രാപ്പകൽ ധ്യാനിക്കണം, സന്തോഷത്തോടെ ധ്യാനിക്കണം. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള ധ്യാനത്തിന് എന്നെയും നിങ്ങളെയും സഹായിക്കുവാൻ വേണ്ടിയാണ് ഈ ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ നമ്മൾക്ക് പ്രയോജനപ്പെടുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നെഹമ്യാവിൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ എസ്രായുടെ പുസ്തകത്തിനോട് സമാനമായൊരു പുസ്തകം തന്നെയാണ് നെഹമ്യാവിൻ്റെ പുസ്തകം. പ്രവാസത്തിൽ നിന്ന് കോരശിൻ്റെ വിളംബരപ്രകാരം പുറപ്പെട്ടു വന്ന ജനം ആദ്യം സെരുബാബേലിൻ്റെ നേതൃത്വത്തിലും രണ്ടാമത് എസ്രായുടെ നേതൃത്വത്തിലും മൂന്നാമത്തെ ബാച്ച് നെഹമ്യാവിൻ്റെ നേതൃത്വത്തിലുമാണ് മടങ്ങി വന്നത്. പ്രൈസ് ഗോഡ്. സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ വന്ന ജനം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എസ്രായുടെ വരവോടുകൂടി ആലയം പണി തുടങ്ങി. എസ്രായും സെരുബാബേലും ആലയം പണിത് ആരാധന യഥാസ്ഥാനത്താക്കി. 70 വർഷത്തോളമായി യെരുശലേമിൽ മുടങ്ങിക്കിടന്ന ആരാധന ശലോമോൻ പണിത അതിമഹത്തായ ലോകപ്രസിദ്ധമായ മനോഹരമായ ദേവാലയം നെബൂഖദ്നേസറിൻ്റെ കാലത്ത് അത് ഇടിച്ചു കളഞ്ഞ ശേഷം, അതിൻ്റെ കല്ലോട് കല്ല് ശേഷിക്കാതെ ഇടിച്ചു കളഞ്ഞ ശേഷം ആരാധന മുടങ്ങിക്കിടന്ന സ്ഥാനത്ത് എസ്ര, സെരുബാബേൽ എന്നിവർ വന്ന് യോശുവ എന്ന മഹാപുരോഹിതനൊക്കെ ചേർന്ന്, പ്രൈസ് ഗോഡ്, സെഖര്യാവിൻ്റെയും ഹഗായിയുടെയും മലാഖിയുടെയും ഒക്കെ പ്രവചനത്താൽ ശക്തിപ്പെട്ട് വിശ്വാസവും ധൈര്യവും പ്രാപിച്ച് ആലയം പണിതു, ആരാധന യഥാസ്ഥാനപ്പെടുത്തി. എങ്കിലും മതിലുകൾ, ജെറുസലേം പട്ടണത്തിൻ്റെ മതിലുകൾ പല ഭാഗത്തും ഇടിഞ്ഞു കിടക്കുകയായിരുന്നു. അതിൻ്റെ വാതിലുകൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, എല്ലാം ആട്ടുവാതിൽ തൊട്ട് മീൻവാതിൽ വരെയുള്ള എല്ലാ വാതിലുകളും തീ കൊണ്ട് ചുട്ടുകിടക്കുകയായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ മതിൽ പണിയുവാൻ ദൈവം എടുത്ത് ഉപയോഗിച്ച വ്യക്തിയാണ് നെഹമ്യാവ്. പ്രൈസ് ഗോഡ്. നെഹമ്യാവിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ എസ്രായിക്കുണ്ടായിരുന്ന പോലെ തന്നെ, ആലയം പണിയുന്നതിന് തടസ്സം വന്നതുപോലെ തന്നെ നെഹമ്യാവിന് ഈ മതിൽ കെട്ടുന്നതിനും തടസ്സം വന്നു. പ്രൈസ് ഗോഡ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചതാണ്, എസ്രായുടെ കാലത്ത് ആലയത്തിൻ്റെ പണി അനേക വർഷങ്ങൾ മുടങ്ങിക്കിടന്നു. അത് വീണ്ടും പുനർജീവിപ്പിച്ച്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദാര്യാവേശ് രാജാവിൻ്റെ വാഴ്ചയിൽ അത് തീർത്തു. അഹശ്വേരോശ് രാജാവ്, അർത്താശിഷ് രാജാവ്, ദാര്യാവേശ് രാജാവ്, ഇങ്ങനെയുള്ള ഒരു പല രാജാക്കന്മാരുടെ കാലഘട്ടങ്ങൾ കടന്ന് ദാര്യാവേശിൻ്റെ കാലഘട്ടത്തിൽ അത് തീർത്തു. പ്രൈസ് ഗോഡ്. പക്ഷേ അർത്താശിഷ് രാജാവ് രാജധാനി ശൂഷൻ രാജധാനിയിൽ വാഴുമ്പോൾ അവിടെ പാനപാത്രവാഹകനായിട്ട് രാജാവിൻ്റെ ഏറ്റവും വിശ്വസ്ത വ്യക്തിയായിരുന്നു നെഹമ്യാവ്. അനേക ഔദ്യോഗിക വൃന്ദങ്ങൾ ആ കാലത്ത് രാജാവിനുണ്ടെങ്കിലും പടനായകന്മാർ കാണും, മന്ത്രി കാണും, സംഗീതക്കാർ കാണും, നൃത്തം ചെയ്യുന്നവർ കാണും, പല പല സേവകന്മാരുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തിൽ ഏറ്റവും, പ്രൈസ് ഗോഡ്, വിശ്വസ്തരായിരിക്കേണ്ട വ്യക്തി പാനപാത്രവാഹകന്മാരാണ്. പാനപാത്രവാഹകന്മാരാണ് അവരിൽ ഏറ്റവും വിശ്വസ്തരായിരിക്കേണ്ട വ്യക്തി. പ്രൈസ്. കാരണം രാജാവ് വീഞ്ഞു കുടിച്ച് രാജാവിൻ്റെ സെൻസ് പോയി കഴിഞ്ഞാലും, പ്രൈസ് ഗോഡ്, രാജാവിന് ദോഷം വരാതെ കണ്ട്, പ്രൈസ് ഗോഡ്, പിന്നെയും വീഞ്ഞു കൊടുക്കുകയോ
കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാനുള്ള വിവേചനത്തോടു കൂടെ നിൽക്കേണ്ട സേവകരാണ് പ്രൈസ് ഗോഡ് ഈ പാനപാത്രവാഹകന്മാർ. അപ്പോൾ ഏറ്റവും വിശ്വസ്തരായ വ്യക്തിയായിരിക്കും പാനപാത്രവാഹകൻ. പ്രൈസ് ഗോഡ്. ഇപ്പം നെഹമ്യാവ് ഏറ്റവും വിശ്വസ്തന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും ടോപ്പിൽ നിന്ന ആളാണെന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഇപ്പം നെഹമ്യാവിൻ്റെ കാലത്ത് മതിൽ പണി എങ്ങനെ തുടങ്ങി, എങ്ങനെ തീർത്തു, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട പാഠമെന്ത്? ഇതാണ് ഇന്നത്തെ ചിന്താവിഷയം. പ്രൈസ് ഗോഡ്. ഒന്നുകൂടെ പറയാം. നെഹമ്യാവിൻ്റെ കാലത്ത് യെരുശലേമിൻ്റെ ഇടിഞ്ഞുകിടന്ന മതിലുകൾ എങ്ങനെ പണിത് തീർത്തു, അതിനെന്തൊക്കെ തടസ്സങ്ങളുണ്ടായി, ആ തടസ്സങ്ങളെല്ലാം താൻ എങ്ങനെ നേരിട്ടു. പ്രൈസ് ഗോഡ്. ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ ലൈഫ് ആപ്ലിക്കേഷൻ എന്തെന്ന് ചോദിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ, തീ കൊണ്ട് വെന്ത് ചുട്ടും കിടക്കുന്ന യെരുശലേമിലെ മതിൽ പോലെയുള്ള അനുഭവങ്ങൾ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്, ഇന്ന് രാത്രിയിലെ വചന കേൾവിയിൽ ആ ഇടിഞ്ഞതിനെ ഒന്ന് പണിതെടുക്കാൻ ദൈവത്തിന് സ്തോത്രം എങ്ങനെ സാധിക്കുമെന്ന് മനസ്സിലാക്കി ചിലത് ചെയ്താൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കാൻ, പ്രൈസ് ഗോഡ്, ബുദ്ധിമുട്ടില്ലാത്തതാണ്. നമുക്കത് സാധിക്കും. പ്രൈസ് ഗോഡ്. ഇത്രയും മുഖവിര പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം നെഹമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ. എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹെരോസ്യനായ സൻബല്ലത്തും അബൂന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശുമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആലയം പണിയുന്നു, മതിൽ പണിയുന്നു എന്ന് കേട്ടപ്പോൾ സാൻബല്ലത്തും തോബിയാവും ഗേശമും 3 പേര് വന്നിട്ട്, അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അവർ വന്നിട്ട് പണി തടയുവാൻ, മുടക്കുവാൻ പ്ലാൻ ഇട്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എസ്രായുടെ പുസ്തകത്തിൽ ആലയം പണിയുമ്പോൾ ഒരു കൂട്ടർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളും നിങ്ങളോട് ചേർന്ന് പണിയട്ടെ. എസ്രാ പറഞ്ഞു, വേണ്ട, നിങ്ങൾ പണിയണ്ട, ഞങ്ങൾ പണിതോളാം. ഇവിടെ ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഇവർ വന്നിട്ട്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ പോകുന്നുവോ? നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? പ്രൈസ് ഗോഡ്. ഞങ്ങളെ പരിഹസിച്ചു, നിന്ദിച്ചു. ഇടിഞ്ഞു കിടക്കുന്ന മതിലുകൾ പണിത് നിന്ന മാറ്റാൻ തീരുമാനിച്ച് വന്ന സ്ഥാനത്ത് ഇവരെ പരിഹസിച്ച് നിന്ദിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ ഇവർ പരിഹസിക്കാൻ ഉപയോഗിച്ച വാക്കുകൾ എഴുതിയിട്ടുണ്ട്. അത് കേട്ടാൽ പലപ്പോഴും പ്രൈസ് ഗോഡ്, നമ്മളോടായിരുന്നെങ്കിൽ നമ്മൾ ഇതിനോടൊക്കെ എങ്ങനെ പ്രതികരിക്കുമെന്ന് ദൈവത്തെ സ്തോത്രം ഇന്ന് രാത്രി നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും. 4-ാം അധ്യായം 1 മുതൽ. ഞങ്ങൾ മതിൽ പണിയുന്നു എന്ന് സൻബല്ലത്ത് കേട്ടപ്പോൾ അവൻ കോപവും മഹാരോഷവും പൂണ്ട് യഹൂദന്മാരെ നിന്ദിച്ചു. ഈ ദുർബലന്മാരെ യഹൂദന്മാർ എന്തു ചെയ്യാൻ പോകുന്നു? അവരെ സമ്മതിക്കുമോ? അവർ യാഗം കഴിക്കുമോ? ഒരു ദിവസം കൊണ്ട് പണി തീർത്തു കളയുമോ? വെന്തുകിടക്കുന്ന ചണ്ടിക്കൂപാരങ്ങളിൽ നിന്ന് അവ കല്ല് ജീവിപ്പിക്കുമോ? എന്നിങ്ങനെ തന്റെ സഹോദരന്മാരും ശമരിയ സൈന്യവും കേൾക്കെ പറഞ്ഞു. ഇത്രയും പറഞ്ഞ സാരമില്ലായിരുന്നു. അടുത്ത വാക്യം വായിച്ചേ. അപ്പോൾ അവന്റെ അടുക്കൽ നിന്നിരുന്ന അമ്മോന്യായ തോബിയാവ്, അവർ എങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കന്മതിൽ ഉരുണ്ട് വീഴും എന്ന് പറഞ്ഞു. അവരെങ്ങനെ പണിതാലും ഒരു കുറുക്കൻ കയറിയാൽ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ കാലത്ത് സ്തോത്രം നാട്ടിലൊക്കെ ഒരുപാട് കുറുക്കന്മാരുണ്ടായിരുന്നിരിക്കാം. പ്രത്യേകിച്ച് പ്രവാസത്തിൽ ജനം പോയപ്പോൾ യെരുശലേം ഇടിഞ്ഞ് തകർന്ന് ജനസഞ്ചാരമില്ലാതെ കിടക്കുമ്പോൾ ദേശത്ത് ഒത്തിരി കുറുക്കന്മാരുണ്ടായിരുന്നിരിക്കാം. ഇവർ പറഞ്ഞതെന്നറിയാമോ? ഇവരെത്ര പണിതാലും ഒരു കുറുക്കൻ കല്ലെ പിടിച്ച് പിടച്ച് കയറുമ്പോൾ അത്
ഒരു കുറുക്കൻ കയറിയാൽ അവരുടെ കൺമതിൽ ഉരുണ്ടു വീഴും എന്ന് പറഞ്ഞു. ഒരു കുറുക്കൻ കയറിയാൽ മതി, ഈ കല്ലെല്ലാം കൂടെ ഉരുണ്ടു വീഴും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിന്ദിക്കുന്ന വാക്കുകൾ. രാത്രി ഞാൻ പറയട്ടെ, പ്രൈസ് ഗോഡ്, നിങ്ങൾ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യുമ്പം ശത്രുവിൻ്റെ ഇന്നത്തെ അടവും നിങ്ങൾ ആലോചിച്ചാൽ അറിയാം, മാറ്റമില്ല. വളരെ കഷ്ടപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ പണിത് കൊണ്ടുവരുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം, ശത്രു ഇതിന് എന്ത് ചെയ്യുന്നറിയാമോ? നീ ചെയ്യുന്ന പണി ഒരു പ്രയോജനവുമില്ലാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിന്നെ നിരുത്സാഹപ്പെടുത്തും. ഫോർ എക്സാമ്പിൾ, നിൻ്റെ കുഞ്ഞ് കോളേജിൽ പഠിക്കാമെന്നിരിക്കട്ടെ, എഞ്ചിനീയറിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏതെങ്കിലും സബ്ജക്റ്റിൽ ഒരു ഡിഗ്രിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഒന്നുകിൽ പറയും, നിന്നേക്കാൾ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ കൂടെ നീ ഈ ഇത്രയും നിനക്ക് ക്ലാസ്സിൽ എത്രാമത്തെ റാങ്കെന്ന് ചോദിക്കും ചിലർ. അപ്പോൾ ചിലർ 40 പേരിൽ 21 15 14 ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രയോജനമുണ്ട് ഇങ്ങനെ പഠിച്ചിട്ട്? ആദ്യത്തെ ഒരു 10 റാങ്കിൻ്റെ അകത്ത് പെട്ടാൽ ജോലി കിട്ടും. ഇതിന് താഴെ പഠിച്ചാൽ താഴെയുള്ള റാങ്കിലാണെങ്കിൽ കാര്യം പോക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവൻ ആലോചിക്കുന്നത് പരീക്ഷ എടുക്കാറായപ്പോഴാണ് പറയുന്നത്. കഴിഞ്ഞ 3 വർഷം മുക്കറായിട്ട് പഠിച്ചിട്ടും, പ്രൈസ് ഗോഡ്, ഈ റാങ്ക് ഒരു 20 മുകളിലോട്ട് കയറിയിട്ടില്ല. 40 എത്താനായിട്ട്. പ്രൈസ് ഗോഡ്. അല്ല, 20 താഴോട്ട് വന്നിട്ടില്ല, താഴോട്ട് അതിൻ്റെ 20, 22, 25 അങ്ങനെ നിൽക്കുക. അവൻ്റെ പ്രത്യാശ, എക്സ്പെക്റ്റേഷൻ, കോൺഫിഡൻസ് ഒന്നുകൂടെ താഴും. പ്രൈസ് ഗോഡ്. പക്ഷെ ഇത് പറയണേ എപ്പോഴാണെന്നറിയാമോ? ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ ഇത് പറഞ്ഞു കൊടുത്താൽ, ഇല്ല എനിക്ക് പുറകിൽ നിൽക്കാൻ പാടില്ല, ഞാൻ മുന്നോട്ട് കയറണം, ഇനിയും പരീക്ഷയുണ്ട് എന്ന ഒരു ആശയം എൻ്റെ മനസ്സിൽ കിട്ടും. എന്നാൽ ലാസ്റ്റ് സെമിസ്റ്ററിൻ്റെ ലാസ്റ്റ് പരീക്ഷ സമയത്ത് നിൻ്റെ റാങ്ക് എത്രയാടാ, നിൻ്റെ കാര്യം പോക്കാടാ എന്ന് പറയുന്നത് ഒരുപോലെ. അതുപോലെ ദൈവത്തെ സ്തോത്രം, പ്രൈസ് ഗോഡ്, നമ്മളെ നിരുത്സാഹപ്പെടുത്തുന്ന, നന്നായിട്ട് പഠിക്കുന്നവനാണെന്ന് വിചാരിച്ചു, തിരിച്ച് നന്നായി പഠിക്കുന്ന ഒരുത്തിനോട് ഇവർ പറയുന്നറിയാമോ? എടാ, നിന്റെ പുറകിൽ പഠിച്ച ബാച്ചിൽ പാസ്സായവർക്ക് ഇന്നാർക്കൊക്കെ ഇതുവരെ ജോലി കിട്ടിയിട്ടില്ല, നീയും പഠിച്ചിറങ്ങിയാൽ നിന്റെ ഗതി ഇത് തന്നെ. പ്രൈസ് ഗോഡ്. അപ്പോഴും നിരുത്സാഹപ്പെടും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞിത്രയേ ഉള്ളൂ, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ഒരു വായിൽ നിന്ന് കേട്ടാൽ ആദ്യം ചിന്തിക്കേണ്ടത്, ഈ വ്യക്തി എന്നെ ഗുണപ്പെടുത്താനുള്ള ആളാണോ അതോ എൻ്റെ വീഴ്ചയിൽ, എൻ്റെ ഇല്ലായ്മയിൽ സന്തോഷിക്കുന്നവനാണോ? പ്രൈസ് ഗോഡ്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. സ്വല്പം ട്രാക്ക് ഹിസ്റ്ററിയും കോമൺ സെൻസും മതി. ദൈവത്തിന് സ്തോത്രം. ഒരൊറ്റ എക്സാമ്പിൾ ഞാൻ പറയാം. ചില കല്യാണത്തിന് ഉള്ള വീഡിയോ നോക്കിയാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, കല്യാണത്തിൻ്റെ വീഡിയോ നോക്കിയാൽ ചില ആളുകളുടെ ഫോട്ടോ അല്ല ഷോട്ട് വീഡിയോക്കാർ മാറി മാറി എങ്ങോട്ട് തിരിച്ചെടുത്താലും ചിലപ്പോൾ ഇവർ വന്ന് പെടും. കല്യാണം തുടങ്ങുമ്പോൾ തൊട്ട് അവസാനിക്കുന്നത് വരെ നോക്കിയാൽ ഇവർ കുറച്ച് നേരം ഈ തടിക്ക് കൈ കൊടുത്തിരിക്കും, അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് കൈ കൊടുത്തിരിക്കും, അത് കഴിയുമ്പോൾ കുനിഞ്ഞിരിക്കും. എന്ന് വെച്ചാൽ ഇത് അവസാനം വരെ അവരുടെ മുഖത്തൊരു പ്രസാദം കാണുകയില്ല. പണ്ടൊരിക്കലൊരു വീഡിയോ കൊണ്ടുവന്നപ്പോൾ ആരോട് ചോദിച്ചു, ഇവരുടെ മുഖത്തന്നെ ഒരു പ്രസാദമില്ലാത്തത്? വീട്ടുകാരൻ പറഞ്ഞു, ഈ കല്യാണം അവർക്ക് പണ്ടേ പിടിച്ചില്ല. ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് നമുക്ക് ഗുണം വരുന്നത് ഇഷ്ടമല്ല. ആരാണ് നിന്റെ കുഞ്ഞിനെ അല്ലെങ്കിൽ നിന്നെ ഡിസ്കറേജ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നമുക്ക് ഗുണം വരാൻ ആഗ്രഹമില്ലാത്ത ഒരുവനാണ് പറയുന്നതെങ്കിൽ ഒറ്റ വാചകം പറഞ്ഞാൽ മതി, പോയി പണി നോക്ക്, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. പ്രൈസ് ഗോഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ അവർ പറഞ്ഞ വാക്ക്, ദൈവത്തിന് സ്തോത്രം, കൊടുത്ത മറുപടി മോറോളസ് ഇത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2:19-20 എന്ന് വായിച്ചേ. എന്നാൽ ഹേരോനായ സൻബല്ലത്തും അമ്മോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗേശുമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ച് നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നു എന്ന് ചോദിച്ചു. കൊടുത്ത മറുപടി, അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും.
ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്ന് നിങ്ങൾക്കോ യെരൂശലേമിൽ ഒരു ഓഹരിയും ഒരു അവകാശവും ഒരു ജ്ഞാപകവും ഇല്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, നിങ്ങൾ പോയി നിങ്ങളുടെ കാര്യം നോക്കുക, നിങ്ങൾ പോയി പണി നോക്കുക, ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തോളാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ നാളുകളിൽ നിന്നെ നിരാശപ്പെടുത്തുന്ന വാക്കുകളുമായി ആരെല്ലാം എവിടെ നിന്ന് വന്നാലും അവരുടെ നേരെ മുഖം ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ കാര്യം നോക്ക്, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് ഈ കാര്യം സാധിപ്പിച്ചു തരും, ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യം ഞങ്ങളുടെ ദൈവം സാധിപ്പിച്ചു തരും, എൻ്റെ ബിസിനസിന്റെ കാര്യം ദൈവം സാധിപ്പിച്ചു തരും, എൻ്റെ യാത്രയുടെ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും, എൻ്റെ ജോലിയുടെ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും, എൻ്റെ വീട് പണിയുടെ കാര്യം എൻ്റെ ദൈവം സാധിപ്പിച്ചു തരും, എൻ്റെ ഭൗതികമായ കാര്യങ്ങളെല്ലാം ദൈവം സാധിപ്പിച്ചു തരും. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ വിഷയങ്ങളും എൻ്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഇങ്ങനെ തിരിച്ചു പറയാൻ ധൈര്യമുള്ളവർ കരമെടുത്ത് സ്തോത്രം ചെയ്യാമോ? പ്രൈസ് ഗോഡ്. ഈ തിരിച്ചു പറയുന്നത് എന്തിന്റെ വെളിച്ചത്തിലാണ്? എന്തിന്റെ വെളിച്ചത്തിലാണ്? ചൊവ്വാഴ്ച ഏജകോളിൽ ചെന്നപ്പം ഇങ്ങനൊരു പ്രസംഗം കേട്ടു, അതിന്റെ വെളിച്ചത്തിലാണോ? അതിന്റെ വെളിച്ചത്തിലാണെങ്കിൽ വേറൊരു പ്രസംഗം കേൾക്കുമ്പോൾ പിന്നെ ഇതങ്ങ് പോകും. പ്രൈസ് ഗോഡ്. അല്ല, കേൾക്കുന്ന വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എന്നിലും നിന്നിലും ഒരു വിശ്വാസം വ്യാപരിക്കണം. പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം കേട്ടത്, കഴിഞ്ഞ ആഴ്ച കേട്ടത്, കഴിഞ്ഞ മാസം കേട്ടത്, കഴിഞ്ഞ വർഷം കേട്ടത് മാത്രമല്ല, കഴിഞ്ഞ വർഷം കേട്ടത് എൻ്റെ ജീവിതത്തിൽ നടന്നത്, ഇങ്ങനെ കാര്യങ്ങളുമായി പുറകോട്ട് കണക്ട് ചെയ്ത് നോക്കിയിട്ട് ഇന്ന് കേൾക്കുന്ന ദൈവവചനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന വിഷയങ്ങളിൽ ഇന്നും ചടഞ്ഞുകൂടി ഹല്ലേലൂയ ദൈവ സ്തോത്രം അങ്ങ് ഭയപ്പെട്ട് ഭീതിപ്പെട്ട് ഉത്കണ്ഠയോടെ ഇരിക്കാനല്ല, ഇന്ന് രാത്രി കൈ ചൂണ്ടിക്കൊണ്ട് ശത്രുവിന് നേരെ ചൂണ്ടിക്കൊണ്ട് പറയാൻ സാധിക്കുമോ, നിനക്കൊരു കാര്യവും ഇവിടെ ഇല്ല, എൻ്റെ ദൈവമാണ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്, എൻ്റെ ദൈവം കാര്യം സാധിപ്പിച്ചു തരും. എന്തെല്ലാം നെഗറ്റീവ് കേട്ടാലും, എന്തെല്ലാം നെഗറ്റീവ് ആരെല്ലാം നിന്നെ ചൂണ്ടി പറഞ്ഞാലും, സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഒരു കാര്യവും ഒരു സാധ്യതയും ഇല്ലെന്ന് തോന്നിയാലും, സാധ്യതകളോ അസ്തമിച്ചു പോയാലും, പാടിയതുപോലെ ഇന്ന് രാത്രി ഒരു സാധ്യതയും ഇല്ലാത്ത സ്ഥാനത്ത് അബ്രഹാമിന്റെ വിശ്വാസത്തോടെ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, അബ്രഹാം ചെയ്തതുപോലെ നിനക്ക് ചെയ്യാൻ സാധിക്കുമോ? അബ്രഹാം ചെയ്തത് എന്താണ്? റോമാലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇപ്രകാരമാണ്: അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഇന്ന് രാത്രി ഹല്ലേലൂയ ആമേൻ, വിശ്വാസികൾ അബ്രഹാമിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം പദവി തന്ന വിശ്വാസികളായി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നത് സാഹചര്യം നോക്കിയല്ല. വിശ്വാസവും സാഹചര്യം കൂടെ ഒത്തിച്ചു കൊണ്ടുപോകത്തില്ല. പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല. ഞങ്ങൾ നടക്കുന്നത് എങ്ങനെയാ? വിശ്വാസത്താൽ. എന്തിന്റെ വിശ്വാസത്താൽ? എന്തിന്റെ വിശ്വാസത്താൽ? ഇന്ന് രാത്രി ഹല്ലേലൂയ ഞങ്ങൾ നടക്കുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്ന് പറയുന്ന എത്ര പേരുണ്ട്? അടുത്ത ചോദ്യം, എന്തിന്റെ വിശ്വാസത്താൽ? പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. ദൈവമക്കളെ, എന്തിന്റെ വിശ്വാസത്തിലാണ് നടക്കുന്നതെന്ന് അറിയാമോ? വിശ്വാസത്താൽ നടക്കുന്നവൻ കാഴ്ചയാലല്ല, പിന്നെ എന്തിന്റെ വിശ്വാസത്താലാണ്? അനുഭവത്തിന്റെ വെളിച്ചത്തിലല്ല, കാണുന്നതിന്റെ വെളിച്ചത്തിലല്ല, കേൾക്കുന്നതിന്റെ വെളിച്ചത്തിലല്ല, അറിയുന്നതിന്റെ വെളിച്ചത്തിലല്ല. പ്രൈസ് ഗോഡ്. പിന്നെ എന്തിന്റെ വെളിച്ചത്തിലാണ്? പ്രൈസ് ഗോഡ്. ഗലീല കടലിൽ കൊടുങ്കാറ്റടിച്ച് തിരമാലകൾ ആളോളം ഉയരത്തിൽ പൊങ്ങി ആമേൻ പടകിനകത്തേക്ക് കയറി പടക് മുങ്ങാറായി കിടന്ന സ്ഥാനത്ത് ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ്, തിരമാലയിൽ കിടന്ന് വലഞ്ഞു കിടക്കുന്ന സമയത്താണ് പത്രോസ് ഒരു കാര്യം കാണുന്നത്. ആമേൻ ഹല്ലേലൂയ. കടലിന്റെ മീതെ നട കൊണ്ടുകൊണ്ട് യേശു വരുന്നു. പ്രൈസ് ഗോഡ് ഹല്ലേലൂയ. പത്രോസ് പറഞ്ഞു, കർത്താവേ, നീ ആകുന്നെങ്കിൽ കൽപ്പിക്ക്, ഞാൻ നിന്റെ അടുക്കൽ വരുവാൻ. കർത്താവ് പറഞ്ഞു, വരിക. കർത്താവ് പറഞ്ഞ വചനം വരിക. ആ വരിക എന്നുള്ള വാക്ക്
നടക്കേണ്ട താമസമേ ഉണ്ടായുള്ളൂ. പത്രോസ് എന്ത് ചെയ്തറിയാമോ? പടകിലിരുന്ന പത്രോസ് വലത്തുകാലെടുത്ത് പടകിന് താഴെ, ആ പടകിന് പുറത്ത് വെള്ളത്തിലോട്ട് വെച്ചു. ഇന്ന് രാത്രി കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടക്കുന്നവൻ. സാഹചര്യം നോക്കല്ലേ. ഈ വെള്ളത്തിൽ ഞാൻ കാലെടുത്ത് വെച്ചാൽ മുങ്ങി ചത്തുപോകുമെന്ന് ചിന്തിക്കേണ്ട. വരിക എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് നിനക്ക്. നീ കേട്ട ഒരു വചനമുണ്ട്, കർത്താവിൻ്റെ ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദത്തിൻ്റെ പുറത്ത് ഇന്ന് രാത്രി വിശ്വാസത്തിൻ്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുവാൻ വചനത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് സാധിച്ചാൽ നീ മുങ്ങിപ്പോകത്തില്ല. ഏത് തിരമാല നിന്നെ മുക്കാൻ വന്നോ ആ തിരമാലയുടെ മേളിൽ കൂടെ നീ നടക്കുന്നതിൻ്റെ അനുഭവം മാറും. ഇന്ന് രാത്രി നിരാശപ്പെടുത്തുന്ന ചിന്തകൾ, നിരാശപ്പെടുത്തുന്ന കാഴ്ചകൾ, നിരാശപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിച്ചുകൊണ്ട് നിന്റെ വിഷയത്തിന് ജയമുണ്ട്. നിന്റെ വിഷയം എന്തായാലും അതിന് ജയമുണ്ട്. അത് തോൽക്കാനുള്ളതല്ല, അത് തകരാനുള്ളതല്ല, ഇവിടെ നിന്നെ പിടിച്ചിടാനുള്ളതല്ല. നീ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ജയമുണ്ട്, ജയമുണ്ട്, ജയമുണ്ട്. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ എടുത്തു വെക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ മുന്നോട്ട് പോകാൻ പോകുകയാണ്. രക്ഷയുടെ മാർഗത്തിൽ, വിശ്വാസത്തിന്റെ മാർഗത്തിൽ, വചനത്തിന്റെ മാർഗത്തിൽ. ഇന്ന് രാത്രി തലമുറയുടെ വിഷയത്തിലായാൽ വിഷമിച്ചെടുക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ജയമുണ്ട്. കുടുംബ വിഷയത്തിൽ വിഷമിച്ചുകൊണ്ട് ദൈവത്തിന്റെ പൈതലെ, യു ആർ ഗോയിങ് ടു ബി സക്സസ്ഫുൾ. ദൈവം വ്യക്തമായി സംസാരിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലം, സാഹചര്യങ്ങൾ പ്രതികൂലം, സാഹചര്യങ്ങൾ പ്രതികൂലം. വ്യക്തമായി സംസാരിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലം. എന്നാൽ സാഹചര്യം പ്രതികൂലമായിരിക്കുന്നത് മറ്റുള്ളവർക്കാണെങ്കിലും നിനക്കത് പ്രതികൂലമായാലും ഇന്ന് രാത്രി സാഹചര്യത്തിന് അപ്പുറത്തായി പ്രവർത്തിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഇന്ന് ചലിക്കുന്നത്. ഇതാരോടാന്ന് എനിക്കറിയത്തില്ല. സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ചില വിഷയത്തിന് പുറത്ത് എന്തായിത്തീരും, എന്തായിത്തീരും, എന്തായിത്തീരും എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്ന് രാത്രി ഞാങ്ങണപ്പെട്ടകത്തിൽ എറിഞ്ഞു കളഞ്ഞ മോശയെ പൊക്കിയെടുത്ത് ഫറവോന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ഉന്നത നിലവാരത്തിൽ എത്തിച്ച സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിന്റെ തലമുറയോടുകൂടെ വ്യാപരിക്കാൻ പോകുകയാണ്. ജീസസ്, 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 ജീസസ്. നമ്മൾ വിശ്വാസികളാണ്. എത്ര പേര് വിശ്വാസികളായിട്ട് വന്നിട്ടുണ്ട്? കരമ്പൊക്കെ ഒരു സ്തോത്രം. ഞാൻ വിശ്വാസികൾ വന്നിട്ടുള്ളവർ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഫാൻ എത്ര പേര് വിശ്വാസികളായിട്ട് വന്നിട്ടുണ്ട്? ഒരു കരം കൊടുത്ത് സ്തോത്രം ചെയ്യാമോ? ആമേൻ. വിശ്വാസികളുടെ ഡെഫിനിഷൻ അവർ അബ്രഹാമിന്റെ മക്കളാണെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ പറയുന്നത് വിശ്വാസികളുടെ മക്കൾ അത്ര അബ്രഹാമിന്റെ മക്കൾ. അബ്രഹാമിന്റെ മക്കളാണെങ്കിൽ അപ്പന്റെ സ്വഭാവം ഉണ്ടാകണം. അപ്പന്റെ സ്വഭാവം എന്തായിരുന്നു? റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ പ്രൈസ് കോഡ് 17 മുതലുള്ള വാക്യങ്ങൾ. ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താം വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കർത്താവ് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും. അബ്രഹാം പറഞ്ഞു, ഓക്കെ, ബൈ, സമ്മതിച്ചു. പ്രൈസ് ഗോഡ്. അത് കേട്ടാ മതി. എബ്രഹാമിന് ദൈവം പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ എന്നതാക്കും. പ്രൈസ് ഗോഡ്. അത് കേട്ടു എബ്രഹാം, ശരി, വിശ്വസിച്ചു. അടുത്തത്, നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ. നിന്റെ സന്തതി ഇന്നവണ്ണം ആകുമെന്ന് അരുളി ചെയ്തത് പോലെ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. പ്രൈസ് ഗോഡ്. ഈ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുന്ന ആ അനുഭവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾക്ക് എത്രമാത്രം ഇത് പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർന്നപ്പം എൻ്റെ കൂടെ ഫസ്റ്റ് ഇയറിൽ സുഭാഷ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അടുത്തടുത്ത റൂമിലായിരുന്നു. ഈ കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരാൻ നേരത്ത് ഈ പാൻസും ഷർട്ടും ഒക്കെ പുതുത് മേടിക്കും.
അപ്പോൾ ഞങ്ങളിൽ മിക്കവാറും പേർക്ക് എല്ലാം പുത്തൻ പാൻറ്റ് പുത്തൻ ഷർട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കോളേജിലേക്ക് പോയേക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പം ഈ സുഭാഷ് കൊണ്ടുവന്നിരിക്കുന്ന പാൻറ്റ് അവൻ്റെ അമ്മാവൻ്റെ പാൻറ്റാണ്. നല്ല ട്യൂഡ് റയോണ്, അന്നത്തെ കാലത്ത് ഏറ്റവും ടോപ്പ് ഇതായിട്ടുള്ള ടെർലിൻ, ടെറി കോട്ടൺ, അതൊക്കെ ഉള്ള അന്നത്തെ ഇതായിട്ടുള്ള ടോപ്പ് സാധനങ്ങളാണ്. അങ്ങനത്തെ ഒരു 6 പാൻറ്റ് സുഭാഷിൻ്റെ പെട്ടിയിലുണ്ട്. ഇത് അമ്മാച്ചൻ കൊണ്ടുവന്ന് കൊടുത്തതാണ്. പക്ഷെ കുഴപ്പം, എല്ലാവരും 36 സൈസ് പാൻറ്റ് അല്ലെങ്കിൽ 32 സൈസ്, അന്ന് 36 28ഒക്കെയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 28, 30 ഒക്കെ പാൻറ്റുകൾ ഉപയോഗിച്ചപ്പം ഇവൻ കൊണ്ടുവന്ന പെട്ടി വെച്ചിരുന്ന പാൻറ്റെല്ലാം 34. പ്രൈസ് ഗോഡ്. അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു, എടാ ഇത് ഒരു കാലം 2 പേര് കയറുമല്ലോടാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, അമ്മാവൻ തന്നു, നിനക്കിത് ഇടാനായിട്ട് കോളേജിൽ ഇടാൻ തന്നതാണ്, നീ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അമ്മാവൻ പറഞ്ഞാൽ തെറ്റാറില്ല, അതുകൊണ്ട് ഞാനിത് ചുവന്നുകൊണ്ട് വന്നേക്കെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ഞങ്ങളെല്ലാവരും അന്ന് കളിയാക്കി. പക്ഷേ 2 മാസം അങ്ങോട്ട് കഴിഞ്ഞപ്പം മെസ്സിൽ ചിക്കനും മട്ടനും മുട്ടയും, പ്രൈസ് ഗോഡ്, 4 നേരം വെച്ച് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ ഒന്നും പാൻറ്റ് കയറത്തില്ല, ഇവൻ്റെ പാൻറ്റ് കറക്റ്റ് ഫിറ്റ്. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. വലിയ പാൻറ്റാണല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ചെയ്തതുപോലെ കടയിൽ കൊടുത്ത് ഓൾട്ടർ ചെയ്യാൻ പോയില്ല. അവനെന്താ കാരണം എന്നറിയാമോ? അമ്മാവൻ പറഞ്ഞാൽ ശരിയാകുമെന്ന് വിശ്വസിച്ചു. ഇന്ന് രാത്രി അമ്മാവനേക്കാൾ വലിയ അമ്മാവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം ശരിയാകുമെന്ന്. നീ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? ആരാധിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? വേദപുസ്തകം വായിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടോ? എൻ്റെ കാര്യം ശരിയാകും. ഹല്ലേലൂയ. അങ്ങനെ ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ ഒരു സ്തോത്രം പറഞ്ഞ് ആരാധിക്കാമോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ആ വിശ്വാസം ഒന്ന് പ്രഖ്യാപിക്കാമോ? പണ്ടങ്ങാണ്ട് ഒരു ദിവസം പ്രസംഗത്തിന് ഈ ഏജകുളിൽ തന്നെ വെച്ച് നിങ്ങളെ പറയിപ്പിച്ചിട്ടുള്ളതാണ്. അന്നുണ്ട് എത്ര പേരോട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഈ കോണ്ടക്സ്റ്റിൽ നെഹമ്യാവ് പറഞ്ഞ ഒരു വാക്യം ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റു പറയാൻ പറ്റുമെങ്കിൽ പറ്റുമെന്ന് നോക്ക്. ഞാൻ ആ വാക്യം പറയാം. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഒന്നുകൂടെ പറഞ്ഞ, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സ്വർഗത്തിലെ ദൈവം സാധിപ്പിക്കും. ആമേൻ. ഈ സ്വർഗത്തിലെ ദൈവം എന്ന പ്രയോഗം വേദപുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ 12 പ്രാവശ്യമേ പറഞ്ഞിട്ടുള്ളൂ. പുതിയ നിയമത്തിൽ 1 പ്രാവശ്യം, ബാക്കി 11 പ്രാവശ്യം 12 പഴയ നിയമത്തിൽ. പഴയ നിയമത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 4 പ്രാവശ്യം. പ്രൈസ് ഗോഡ്. എസ്രായുടെ പുസ്തകത്തിൽ 6 പ്രാവശ്യം. 2 ദിനവൃത്താന്തത്തിൽ 1 പ്രാവശ്യം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് ഒരു ഹോംവർക്കായിട്ട് തരികയാണ്. നിങ്ങൾ ഈ ആഴ്ച വീട്ടിൽ പോയിരുന്ന് ഇതെവിടാണ് 12 പ്രാവശ്യം പറഞ്ഞേക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കണം. പുസ്തകം മാത്രമേ ഞാൻ പറയത്തുള്ളൂ. പഴയ നിയമത്തിൽ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ 4 പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം. എസ്രായുടെ പുസ്തകത്തിൽ 6 പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ 1 പ്രാവശ്യം സ്വർഗത്തിലെ ദൈവം. പ്രൈസ് ഗോഡ്. പുതിയ നിയമത്തിൽ വെളിപ്പാട് പുസ്തകത്തിൽ സ്വർഗത്തിലെ ദൈവം 12 പ്രാവശ്യമുണ്ട്. ഇത് വീട്ടിൽ ചെന്ന് വേദപുസ്തകം അറിയാവുന്ന വൈഫിനോട് ചോദിക്കരുത്, പിള്ളേരോട് ചോദിക്കരുത്. വൈഫ് ഭർത്താവിനോട് ചോദിക്കരുത്, മക്കളോട് ചോദിക്കരുത്, മക്കൾ അപ്പനും അമ്മയോട് ചോദിക്കരുത്. വേദപുസ്തകം എടുത്തിട്ട് ഈ 4 പുസ്തകത്തിൽ നിന്ന് സ്വർഗത്തിലെ ദൈവം 12 പ്രാവശ്യം വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് അടുത്ത ആഴ്ച വരുമ്പോൾ കണ്ടുപിടിച്ചുകൊണ്ട് വരണം. കണ്ടുപിടിച്ച് വന്നവർ അതൊന്ന് എഴുതി ആ 12 റെഫറൻസ് ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ട് എഴുതി തന്നാൽ ഞാനൊരു സ്തോത്രം പറഞ്ഞേക്കാം. ഹല്ലേലൂയ. അപ്പോൾ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഞാൻ ചോദിക്കുന്നത്, അബ്രഹാം നെഹമ്യാവ് ഇത്ര തൻ്റെ ഇടത്തോടെ സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് പറയാനുള്ള കാരണം എന്നാണെന്നറിയാമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.
നെഹമ്യാവ് തീരാത്തത് കൊണ്ട് ഈ സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം ഈ നെഹമ്യാവും നമ്മുടെ എസ്രായും ഇത്ര കാര്യമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അടുത്ത ആഴ്ച പറയാം. വൈ ഈ സ്വർഗത്തിലെ ദൈവം എന്നുള്ള പ്രയോഗം ഇത്ര ഫേവറേറ്റ് ആയിട്ട് 4 പ്രാവശ്യം നെഹമ്യാവും 6 പ്രാവശ്യം എസ്രായും ഉപയോഗിക്കാൻ എന്നാ കാരണം? അത് അടുത്ത ആഴ്ച പറയാം. എന്നാൽ കാര്യം സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് ധൈര്യമായിട്ട് പറയാനുള്ള കാരണം എന്താണ്? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്കൊന്ന് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം നോക്കിയാൽ സ്തോത്രം ചെറിയൊരു ഐഡിയ കിട്ടും. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. പ്രൈസ് ഗോഡ്. കർത്താവേ, നിന്റെ ചെവി തുറന്നിരിക്കുന്നു. ആർക്ക്? അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും എന്ത് ചെയ്യുന്നു? തുറന്നിരിക്കുന്നു. ശ്രദ്ധയുള്ളതായിരിക്കണമേ. മനസ്സിലായോ? എന്റെ പ്രാർത്ഥനയ്ക്കും നിന്നെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇവിടെ പ്രാർത്ഥിക്കാത്തവരില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇത് വായിച്ച ഒരു കാര്യം മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. നിന്നെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന ഏതൊരുവന്റെയും പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയുള്ളതാണ് ദൈവത്തിന്റെ ചെവി. ആമേൻ. അപ്പൊ ദൈവത്തെ ഭയപ്പെടുവാൻ താല്പര്യമുണ്ടോ? അവനാണ് ഭക്തൻ. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. ദ ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പൊ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. പ്രൈസ് ഗോഡ്. അതല്ല വിഷയം. എന്നിട്ട് ദാവീദ് നെഹമ്യാവ് പറയുകയാണ്, ആ വാക്യം ഒന്നുകൂടെ ശ്രദ്ധിച്ച്. കർത്താവേ, നിന്റെ ചെവി അടിയന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ താല്പര്യപ്പെടുന്ന നിന്റെ ദാസന്മാരുടെ പ്രാർത്ഥനയ്ക്കും ശ്രദ്ധയുള്ളതായിരിക്കണമേ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. നെഹമ്യാവ് ആമേൻ ഹല്ലേലൂയ രാജാവിന്റെ സന്നിധിയിൽ നിൽക്കുന്നതിന് മുമ്പ് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, ഇന്ന് ഈ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഞാൻ ചോദിക്കട്ടെ, ചില വിഷയത്തിന് ചിലരുടെ മുമ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ഈ മനുഷ്യന്റെ മുമ്പിൽ എനിക്ക് ദയ ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരനുഭവമെങ്കിലും ഉണ്ടായിട്ടുള്ളവർ കരമുയർത്തി ഒരു സ്തോത്രം ചെയ്യാമോ? നിന്നോട് ദയ കാണിച്ചത് മനസ്സിലാക്കണം. നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ്. നീ പ്രാർത്ഥിച്ചതിന്റെ മറുപടിയാണ്. അങ്ങനെയാണെങ്കിൽ ധൈര്യത്തോടെ ഇനിയും പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ പേടിക്കല്ലേ, ഭാരപ്പെടല്ലേ. ഇന്ന് എന്റെ ദൈവമേ, ഈ മനുഷ്യന്റെ മുമ്പിൽ എന്നോട് ദയ കാണിക്കത്തക്കവണ്ണം കരുണയുണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ അത് സാധിപ്പിച്ചെങ്കിൽ നീ ഉറക്കെ പറ, ഇനിയുള്ള വിഷയങ്ങളും സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. ഇതാ ഫോർമുല. മനസ്സിലായോ? ചുമ്മാ വിളിച്ചു പറയുകയല്ല, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി 2-ാം അധ്യായത്തിലേക്ക് ചെന്നേ. 2-ാം അധ്യായത്തിന് 1 മുതൽ. അർത്തശഷ്ഠ രാജാവിന്റെ 20-ാം ആണ്ടിൽ നീസാൻ മാസത്തിൽ ഞാൻ ഒരിക്കൽ രാജാവിന്റെ മുമ്പാകെ ഇരുന്ന് വീഞ്ഞെടുത്ത് അവന് കൊടുത്തു. ഞാൻ അതിനു മുമ്പേ ഒരിക്കലും അവന്റെ സന്നിധിയിൽ കുണ്ഠിതനായിരുന്നിട്ടില്ല. മനസ്സിലായോ? ഈ പ്രാർത്ഥനയും കഴിഞ്ഞ് രാജാവിന്റെ മുമ്പ്, അർത്താശ്വ രാജാവിന്റെ മുമ്പിൽ ചെന്ന് വീഞ്ഞെടുത്ത് കൊടുക്കുമ്പോൾ നെഹമ്യാവിന്റെ മുഖത്തിനൊരു വാട്ടം. അടുത്ത വാക്യം വായിച്ചേ. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നും ഇല്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്. നിർത്തണമേ. പ്രൈസ് ഗോഡ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞെന്നറിയാമോ? ഞാൻ ഇയാളെ കാണാൻ പോവാ. പ്രൈസ് ഗോഡ്. ഞാൻ രാജാവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ്. ഞാൻ രാജാവിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ ആവശ്യമൊന്ന് അറിയിക്കണം. പ്രൈസ് ഗോഡ്.
പ്രാർത്ഥിച്ചുകൊണ്ട് പോയി. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ, ഇന്ന് തന്നെ നീ 1:11 അല്ലേ വായിച്ചെന്നൂടെ? കർത്താവേ, നിന്റെ ചെവി അല്ല, അതിന്റെ അടുത്ത 12, 1:12. അതിന്റെ അടുത്ത വാക്യം ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. പ്രാർത്ഥിക്കണം, ഇങ്ങനെ പ്രാർത്ഥിക്കണം. മനസ്സിലായോ? കർത്താവേ, ഈ അർത്ഥാശ്ശിഷ്ട രാജാവിന്റെ മുമ്പിൽ എനിക്ക് ദയ തരണം, ദയ ലഭിക്കുമാറാക്കണം, ഇന്ന് തന്നെ സാധിപ്പിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് തന്നെ സാധിപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് കയറി ചെന്നിട്ട് സാധിച്ച് മടങ്ങിയവർ കരം ഉയർത്തി സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ നിനക്കറിയാം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വിഷയം കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വിഷയം ഏറ്റെടുക്കേണ്ടത്. ഇന്ന് രാത്രി നിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങ് നിൽക്കുമ്പോൾ, ഞാൻ വീഞ്ഞെടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാജാവ് പതിവില്ലാതെ എൻ്റെ മുഖം ശ്രദ്ധിച്ചു. നെഹമ്യാവിന്റെ മുഖം ശ്രദ്ധിച്ചു. ചോദിച്ചു, ഇന്നെന്നാ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ മുഖത്തിന്റെ വാട്ടം അറിയേണ്ടടുത്ത് അറിയത്തക്കവണ്ണം പ്രൊജക്റ്റ് ചെയ്യുന്നൊരു ദൈവമുണ്ട്. ആ വാട്ടം പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ മുഖത്തിന്റെ വാട്ടമല്ല പ്രൊജക്റ്റ് ചെയ്യുന്നത്, നിന്റെ ആവശ്യമാണ് അവിടെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇന്ന് രാത്രി നിന്റെ വിഷയം ഏറ്റെടുക്കത്തക്കവണ്ണം ഒരുവനെ ഒരുക്കിയിട്ട് നിനക്ക് പറയാനുള്ള വേദി തുറന്നു തന്ന് വഴി തുറന്നു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു സ്തോത്രം ചെയ്ത് ആരാധിക്കാമോ? യേശുവിന്റെ നാമത്തിൽ വഴികൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, മുഖത്തിന്റെ വാട്ടം മാറത്തക്കവണ്ണം, വാടിയ മുഖത്തെ ദർശിക്കത്തക്കവണ്ണം യേശുവിന്റെ നാമത്തിൽ അർത്ഥാശ്ശിഷ്ട രാജാവിന്റെ ഹൃദയത്തോട് ഇടപെട്ട സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടേണ്ടടുത്ത് ഇടപെടട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേച്ച് വന്നേക്കാണ്. ഇന്ന് ഈ കാര്യം സാധിക്കത്തക്കവണ്ണം 1:12 ഒന്നുകൂടെ വായിച്ചേ, മറന്നുപോയിരിക്കണം കേട്ടോ. ഇന്ന് അടിയനെ കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കണം. ഇന്ന് ലഭിക്കണം. ഈ മനുഷ്യന്റെ മുമ്പാകെ ലഭിക്കണം. എന്ത് ലഭിക്കണം? എനിക്ക് ദയ ലഭിക്കണം. ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ഇന്ന് തന്നെ ഈ മനുഷ്യന്റെ മുമ്പാകെ നിനക്ക് ദയ ലഭിക്കണമെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തോട് നെഹമ്യാവ് പ്രാർത്ഥിച്ചതുപോലെ നിന്റെ പ്രാർത്ഥന ഉയരുമ്പോൾ നിന്റെ മുഖത്തിന്റെ വാട്ടം കണ്ടിട്ട് അവൻ നിന്നോട് വ്യക്തിപരമായി ചോദിക്കും, നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ വാട്ടം കാണാതെ മാറിപ്പോകുമ്പോൾ, നിന്റെ സ്നേഹിതന്മാർ നിന്റെ വാട്ടം കണ്ടിട്ട് മാറിപ്പോകുമ്പോൾ, സഹായിക്കേണ്ടവർ വാട്ടം കണ്ടിട്ട് മാറിപ്പോകുമ്പോൾ, ഒരുക്കേണ്ടവനെ ഒരുക്കി നിന്റെ വാട്ടം മാറ്റാൻ കഴിവുള്ള ദൈവകൃപ ഇന്ന് രാത്രി വ്യാപരിക്കും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നെഹമ്യാവ് പ്രാർത്ഥിച്ചത് ഇന്ന് കാര്യം സാധിപ്പിക്കണം. എത്ര പേരുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്നവര്? ഇന്ന്, നാളെയല്ല, ഇന്ന്, ടുനൈറ്റ്. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഈ കലണ്ടർ മറിയുന്നതിന് മുമ്പ് എൻ്റെ കാര്യം സാധിപ്പിച്ച് തരണമെന്നാണ് അതിൻ്റെ അർത്ഥം. ഇന്നത്തെ കലണ്ടർ നാളത്തേക്ക് മറിയുന്നതിന് മുമ്പ്, ക്ലോക്കിൻ്റെ സൂചി തിരിയുന്നതിന് മുമ്പ്, ക്ലോക്ക് 12 തിരിഞ്ഞ് മാറുന്നതിന് മുമ്പ്, എൻ്റെ അർദ്ധരാത്രി ക്ലോക്കിൻ്റെ സൂചി 12 തിരിഞ്ഞ് മാറുന്നതിന് മുമ്പ് എൻ്റെ വിഷയത്തിന്മേൽ നീ ഇടപെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം ചെയ്ത് ആരാധിക്കാൻ നെഹമ്യാവിനെ പോലെ സമയം പറഞ്ഞ് ഡേറ്റ് പറഞ്ഞ് ആഴ്ച പറഞ്ഞ് എന്റെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. ഇനി പറയാമോ സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കുമെന്ന്? സ്വർഗത്തിലെ ദൈവം ഈ കാര്യം സാധിപ്പിക്കും. ഏത് കാര്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. സ്വർഗത്തിലെ ദൈവം, വിശ്വാസത്തോടെ ഉറക്കെ ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. സ്വർഗത്തിലെ ദൈവം ഈ കാര്യം സാധിപ്പിക്കും.
യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. ഓ ജീസസ്. ഇപ്പം സംഗതി പിടി കിട്ടിയോ? മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞ്. എങ്ങനെയാ സാധിപ്പിക്കുന്നതെന്ന്? പ്രൈസ് ഗോഡ്. നെഹമ്യാവിന്റെ മുഖത്തെ വാട്ടം കണ്ടിട്ട് ചോദിച്ചു, നിന്റെ മുഖം വാടിയിരിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം വായിച്ചേ. രാജാവ് എന്നോട്, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്ത്? നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞു. എന്റെ ദൈവമേ, എത്ര കൃത്യമായിട്ടാ പുള്ളി വിവേചിക്കുന്നത്. രാജാവിന് ഇവന്റെ മുഖത്ത് നോക്കിയിട്ട് കറക്റ്റ് കാര്യമാണ് പറയുന്നത്. നെഹമ്യാവേ, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്നാ? ഇത് നിനക്ക് ദീനമൊന്നുമില്ലല്ലോ, പിന്നെ എന്നാ മുഖത്തിന് വാട്ടം? ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. ഇന്ന് രാത്രി നിന്റെ മനസ്സിന്റെ ദുഃഖം അറിഞ്ഞ് വിളിച്ചു പറഞ്ഞ് അതിനെ പരിഹരിക്കാൻ കഴിവുള്ളവന്റെ കരമാ ചലിക്കാൻ പോകുന്നത്. നീ വിഷമിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് മനസ്സിലാക്കി നിന്റെ മനോദുഃഖം അറിഞ്ഞ് നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ കഴിവുള്ളവനാണ് നിന്നോട് ദയ കാണിക്കുന്നത്. ഇന്ന് രാത്രി അവൻ നിന്നോട് ദയ കാണിക്കുന്ന രാത്രിയാണെന്ന് വിശ്വസിച്ച് ആരാധിക്കുക. ഇന്ന് രാത്രി നിന്നോട് ദയ കാണിക്കുവാൻ ദയ കാണിച്ചോ? താഴോട്ട് വായിച്ചു നോക്കി. അപ്പോൾ ഞാൻ ഏറ്റവും ഭയപ്പെട്ട് രാജാവിനോട്, രാജാവ് ദീർഘായുസ്സായിരിക്കട്ടെ, എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ശൂന്യമായും അതിന്റെ വാതിലുകൾ തീ കൊണ്ട് വെന്തും കിടക്കെ എന്റെ മുഖം വാടാതെ ഇരിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. ഉള്ള കാര്യം പറഞ്ഞു. എന്റെ വിഷയം വേറൊന്നുമല്ല, എനിക്ക് ദീനമൊന്നുമില്ല, എൻ്റെ വീട്ടുകാര്യമല്ല, എൻ്റെ പിള്ളേരുടെ കാര്യമല്ല, എൻ്റെ ജോലിക്കാര്യമല്ല, ഇതിലൊന്നും എനിക്കൊരു വിഷയമില്ല. പക്ഷെ എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണം ഇടിഞ്ഞു കിടക്കുമ്പോൾ, മുടിഞ്ഞു കിടക്കുമ്പോൾ എൻ്റെ മുഖം എങ്ങനെ വാടാതിരിക്കും? പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം. രാജാവ് എന്നോട്, നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഞാൻ എന്തോ ചെയ്യണ്ടെന്ന്? നിന്റെ മുഖത്തിന്റെ വാട്ടം മാറാൻ രാജാവ് ചോദിക്കുന്നു, ഞാൻ എന്തോ ചെയ്യണം? ഇന്ന് രാത്രി അഹശ്വേരോശ് രാജാവല്ല, അർത്ഥാശിഷ്ട രാജാവല്ല, ദാര്യാവേശ് രാജാവല്ല, കോരശ് രാജാവല്ല, ഈ ലോകത്തിലെ രാജാവല്ല, മഹാരാജാവ് നിന്നോട് ചോദിക്കുകയാണ്, നിന്റെ മുഖത്തിന്റെ വാട്ടം മാറാൻ ഞാൻ എന്ത് ചെയ്യണം? പറയാമെങ്കിൽ ഇപ്പൊ ദൈവത്തോട് പറഞ്ഞു, ഇപ്പൊ കർത്താവിനോട് പറഞ്ഞു, നിന്റെ മുഖത്തിന്റെ മാറ്റം മാറാൻ എന്ത് ചെയ്യണം? അതെ, അതവൻ ചെയ്യാൻ പോകുകയാണ്. പൊൻചെങ്കോൽ നിന്റെ നേരെ നീട്ടാൻ പോകുകയാണ്. റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ, റൈറ്റ് നൗ. ദൈവത്തിന്റെ ആൾ വ്യക്തമായി സംസാരിക്കുന്നു. ചില വിഷയങ്ങളുടെ പുറത്ത് അവന്റെ കരമിത നീട്ടാൻ പോകുകയാണ്, അവന്റെ കരമിത ചലിക്കാൻ പോകുകയാണ്. നിന്റെ വിഷയത്തിന്, നിന്റെ ഹൃദയത്തിന്റെ വാട്ടം മാറ്റുന്ന, മുഖത്തിന്റെ വാട്ടം മാറ്റുന്ന, നിന്റെ ഹൃദയത്തിന്റെ വിഷയത്തിന്റെ വാട്ടം മാറ്റുന്ന വിഷയത്തിന്മേൽ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഇത് അവന്റെ കരം ചലിക്കാൻ പോകുന്നു. വിശ്വാസം ആരാധിച്ചാട്ടെ, ദൈവത്തിന്റെ കരം നീട്ടട്ടെ. അവന്റെ കരം ഇതാ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്, അവന്റെ കരം ഇതാ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ വാട്ടം മാറ്റുന്ന വിഷയത്തിന്, നിന്റെ മുഖത്തിന്റെ വാട്ടം മാറ്റുവാൻ, നിന്റെ ഹൃദയത്തിന്റെ ദുഃഖം മാറ്റുവാൻ, നിന്റെ മനോദുഃഖം മാറ്റുവാൻ ശക്തിയോടെ ആരാധിച്ചാട്ടെ, ശക്തിയോടെ ആരാധിച്ചാട്ടെ. ഇന്ന് രാത്രി ഇതാ ദൈവകരം ചലിക്കുന്നു, ദൈവകരം ചലിക്കുന്നു, ദൈവകരം ചലിക്കുന്നു, കർത്താവിന്റെ കരം ചലിക്കുന്നു, നിനക്ക് വേണ്ടി ചലിക്കുന്നു. ഓ ജീസസ്, പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, മനോവ്യസനത്തോടെ ഇരിക്കുന്ന വല്ലവരും ഉണ്ടെങ്കിൽ അവരോട് ഞാൻ ചോദിക്കട്ടെ, ഇന്ന് രാത്രി എൻ്റെ ദുഃഖം മാറത്തക്കവണ്ണം മഹാരാജാവിൻ്റെ സന്നിധി നിന്ന് എനിക്ക് ദയ കാണിക്കുന്ന ദിവസമാണെന്ന് ഹൃദയത്തിൽ ഒരു നിശ്ചയം കിട്ടിയവരുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറ. പ്രൈസ് ഗോഡ്. ആമേൻ. ഇനി താട്ട് വായിച്ചോ. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട്, ഓട്ടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്ന് അടിയന് ഈ മനുഷ്യൻ്റെ മുമ്പിൽ ദയ കാണിച്ച് കാര്യം സാധിപ്പിക്കണമെന്ന് വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിറങ്ങിയതാണ്. അതിനുള്ള അവസരം കയ്യിൽ കിട്ടി. ചാടിക്കയറി പറയാം, പക്ഷെ എങ്ങനെയാ പറഞ്ഞതറിയാമോ? ഒന്ന് പ്രാർത്ഥിച്ചിട്ട്. ദൈവമക്കളെ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, നിനക്കൊരു മറുപടി പറയാനില്ലാതെ നിൽക്കുമ്പോൾ, നിനക്കൊരു മറുപടി കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ,
നിൽക്കേണ്ട സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ വിഷയം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അത് ചലിക്കുന്നത് കാണാൻ സാധിക്കുമെന്നുള്ളത് അടുത്ത വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാകും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി നിന്റെ വിഷയം ഇപ്പോൾ ഇട്ടുകൊടുക്കുക. ഇപ്പോൾ നിന്റെ വിഷയം ഇട്ടുകൊടുക്കുക. അത് കുടുംബ വിഷയമായാലും, അത് മകൻ്റെ വിഷയമായാലും, അത് മകളുടെ വിഷയമായാലും, അത് ബിസിനസ്സിൻ്റെ വിഷയമായാലും, അത് ജോലിയുടെ വിഷയമായാലും, അത് യാത്രയുടെ വിഷയമായാലും, അത് വരുമാനത്തിൻ്റെ വിഷയമായാലും, അത് ചെലവിൻ്റെ വിഷയമായാലും, അത് കെട്ടിടത്തിൻ്റെ വിഷയമായാലും, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് ഹല്ലേലൂയ യേശുവിൻ്റെ മുമ്പിലേക്ക്, യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് നിന്റെ വിഷയം ഇട്ടുകൊടുക്കുവാൻ, അത് രോഗത്തിന്റെ വിഷയമായാലും, അത് നിന്ദയുടെ വിഷയമായാലും, അത് പരിഹാസത്തിന്റെ വിഷയമായാലും, ഇന്ന് രാത്രി ജൂര ലഗട ദലമല ഖദര അർദുന ജമന സന്ദർ കൗഡേ അന്തൽ കൗടക ജഗരക ദഗര യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ നിന്റെ വിഷയത്തിന്മേൽ ദൈവകരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്താൽ കണ്ട് ആരാധിക്കാമോ? അടുത്ത വാക്യം. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് രാജാവിന് തിരുവുള്ളം ഉണ്ടായി അടിയന് തിരുമുമ്പിൽ ദയ ലഭിച്ചുവെങ്കിൽ അടിയനെ യഹൂദയിൽ എന്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണത്തിലേക്ക് അത് പണിയേണ്ടതിന് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. രാജാവിന് എന്നോട് ദയ ഉണ്ടെങ്കിൽ, തിരുവുള്ളം ഉണ്ടായിട്ട്, ഇഫ് യു പ്ലീസ് വിത്ത് മീ, എന്നെ അടിയന്റെ പിതാക്കന്മാരുടെ പട്ടണത്തിലേക്ക്, കല്ലറ ഉള്ള പട്ടണത്തിലേക്ക് ഒന്ന് അയക്കണമേ എന്ന് ഉണർത്തിച്ചു. അയക്കണമേ എന്ന് ഉണർത്തി. എന്തിനാ? അത് പണിയേണ്ടതിന്. ഒറ്റ സെന്റൻസിൽ ഒറ്റ പ്രാർത്ഥന. പ്രൈസ് കോഡ്. ഇന്ന് രാത്രി നീണ്ട പ്രാർത്ഥനയൊന്നും വേണ്ട ദൈവമക്കളെ. നിന്റെ മുഖത്തിൻ്റെ വാട്ടമറിയുന്നവൻ്റെ മുമ്പിൽ, നിന്റെ മനോദുഃഖം അറിയുന്നവൻ്റെ മുമ്പിൽ, നിന്റെ വേദന അറിയുന്നവൻ്റെ മുമ്പിൽ ഹല്ലേലൂയ ഒരൊറ്റ വാക്ക്, ഒരൊറ്റ വാചകം പ്രാർത്ഥിച്ചാൽ മറുപടി കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തോത്രം പറയാമോ? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വായിച്ചു അടുത്തത്. അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ? ഞാൻ വിചാരിക്കുന്നത് അതിന് രാജാവും രാജ്ഞിയും അരികെ ഇരുന്നിരുന്നു. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചത് പറയാം കേട്ടോ. രാജാവ് ലീവ് കൊടുത്താലും രാജ്ഞി ഉടക്കി വെക്കും ചിലപ്പം. മനസ്സിലായോ? അപ്പം എന്ത് ചെയ്യുന്നല്ലോ കർത്താവ്? രണ്ടിനെ ഇവിടെ കൊണ്ടുവന്നു. ഉടക്കാൻ പോകുന്ന പാർട്ടിയെ കൊണ്ടുവന്നു, അനുവദിക്കേണ്ട പാർട്ടിയെ കൊണ്ടുവന്നു. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ഉടക്കുന്നവനുണ്ടെങ്കിലും അവനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സൊല്യൂഷൻ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്തവനെ ഒന്ന് ആരാധിക്കാമോ? ഉരബല കതുരക ജഗര ശന്തര ഭൗഡേ ഷാതർ ഛാര ധീവാരാഗ അർത്താ ലഗദേ ജലബല ഹംദ എന്ന് പറഞ്ഞാൽ ഒരു തടസ്സമുണ്ടെങ്കിൽ ആ തടസ്സത്തെ വെട്ടി മാറ്റിക്കൊണ്ട്, ആ തടസ്സത്തെ അടച്ചുകൊണ്ട് ദൈവം പ്രവർത്തിക്കും. വായിച്ചു. നിന്റെ യാത്രയ്ക്ക് എത്ര നാൾ വേണം? നീ എപ്പോൾ മടങ്ങി വരും എന്ന് എന്നോട് ചോദിച്ചു. എന്റെ ദൈവമേ, എത്ര ദിവസം വേണം നിനക്ക്? എത്ര നാൾ വേണം നിനക്ക്? പ്രൈസ് ഗോഡ്. നീ പറയുന്നത് തരും, നീ ചോദിക്കുന്നത് തരും. ഇതൊരു നല്ലൊരു അവസരമാണ്. ഈ ചൊവ്വാഴ്ച, ഈ ഏപ്രിൽ മാസം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഈ 7-ാം തീയതി ദൈവത്തിന് സ്തോത്രം, ഒരു സുവർണ അവസരം നിന്റെ ജീവിതത്തിൽ വന്നുപെട്ടിരിക്കുകയാണ്. നീ ചോദിക്കുന്നത് തരാമെന്ന്, നീ ചോദിക്കുന്നത് തരാമെന്ന്, നീ ചോദിക്കുന്നത് തരാമെന്ന് സ്വർഗത്തിലെ ദൈവത്തിന് മുമ്പിൽ, ആമേൻ, വചനത്തിന് മുമ്പിൽ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ആവശ്യങ്ങൾ ഇട്ടുകൊടുക്ക്. അത് പ്രാപിക്കുന്ന ഒരു ദിവസമായി ഇന്ന് രാത്രി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വല്ലപ്പോഴും എങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ. നിന്റെ അപേക്ഷ എന്ത്? ഇതുപോലൊരു അപേക്ഷ കിട്ടിയ വേറൊരാൾ എസ്തേറേ, നിന്റെ അപേക്ഷ എന്ത്? രാജ്യത്തിൽ പകുതിയായാലും. പ്രൈസ് ഗോഡ്. പിന്നെ കിട്ടിയ ഒരാൾ, ദൈവത്തിന് സ്തോത്രം, പ്രൈസ് ഗോഡ് ഹല്ലേലൂയ, ഹേരോദാവിൻ്റെ ഭാര്യ, ഹേരോദാവിൻ്റെ മകള്, പ്രൈസ് ഗോഡ് ശലോമ. അവളത് വേണ്ടതിൽ ഉപയോഗിച്ചില്ല. അങ്ങനെ ആവരുത്. ഇന്ന് രാത്രി നിനക്ക് കിട്ടിയ അവസരം പ്രൈസ് ഗോഡ് ഉപയോഗിച്ച് നിന്റെ വിഷയത്തെ ഇന്ന് രാത്രി കുഴിച്ചു മൂടേണ്ട രാത്രിയാകട്ടെ. ഇനി ഈ വിഷയം പൊങ്ങി വരാൻ പാടില്ലാത്തവണ്ണം, ഇനി ഈ വിഷയം നിന്നെ വിഷമിപ്പിക്കാതിരിക്കത്തക്കവണ്ണം, ഈ വിഷയത്തിൽ നീ ഭാരപ്പെടാതിരിക്കത്തക്കവണ്ണം, ഈ വിഷയത്തിൽ കുണ്ഠിതനായി ഇരിക്കാതിരിക്കത്തക്കവണ്ണം, ഈ വിഷയത്തിൽ നിനക്ക് മനോദുഃഖം ഇല്ലാതിരിക്കത്തക്കവണ്ണം, ഈ വിഷയത്തിൽ നിന്റെ മുഖം വാടാതിരിക്കത്തക്കവണ്ണം പ്രൈസ് ഗോഡ് ദൈവത്തിന്റെ കരം, യേശുവിന്റെ കരം ഇന്ന് രാത്രി ചലിക്കണം. ആമേൻ. താഴോട്ട് വായിക്കാം. അങ്ങനെ എന്നെ അയപ്പാൻ രാജാവിന് സമ്മതമായി. അങ്ങനെ എന്നെ അയക്കാൻ
രാജാവിന് സമ്മതമായി. കാലത്തെ പ്രാർത്ഥിച്ചത് തന്നെ, ഈ മനുഷ്യൻ്റെ മുമ്പിൽ കാര്യം സാധിപ്പിച്ച് എന്നോട് ദയ തോന്നണം. തോന്നിയോ? കാര്യം നടന്നോ? ഇതുപോലെ നടക്കുമെന്ന് ഉറപ്പ് വന്നിട്ടാണ് പറയുന്നത്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും. ഈ മണിയുടെ കാര്യത്തിൽ, ഈ മതിൽ പണിയുടെ കാര്യത്തിൽ നിങ്ങൾ ആരും ഇടപെടണ്ട. സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും. വിശ്വാസത്തോടെ കരമുയർത്തി സ്തോത്രം പറഞ്ഞുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിന്റെ കാര്യത്തിൽ, നിന്റെ വിഷയത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വിടുതലുണ്ടെന്ന് മനസ്സിലാക്കി അവനെ ആരാധിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. Praise God. അടുത്ത വാക്യം. ഞാൻ ഒരു അവധിയും പറഞ്ഞു. രാജാവിന് തിരുവുള്ളമുണ്ടായി. ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന് കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരന്മാരായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിനും അവൻ ഒരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. Praise God. ആ ഒറ്റ സെന്റൻസിന്റെ കട്ടി. ഇങ്ങനെ വേണം ഓരോ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കാൻ. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ. രാജാവിന് തിരുവള്ളമുണ്ടായി. ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപന്മാർ എന്നെ കടത്തിവിടേണ്ടതിന് എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാം. ഞാൻ യഹൂദയിൽ എത്തുന്നത് വരെ ഒരു തടസ്സവും ഒരുത്തനും ഉണ്ടാക്കാൻ പാടില്ല. എല്ലാ ചെക്ക് പോസ്റ്റിലും എന്നെ കടത്തി വിട്ടോണം. ഒരുത്തനും എൻ്റെ മുമ്പിൽ എൻ്റെ വണ്ടി തടയാൻ പാടില്ല. ഞാൻ ചെല്ലുമ്പോൾ ഗേറ്റ് തുറന്ന് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ സിഗ്നൽ പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ഗ്രീൻ ആക്കി ഞാൻ നിൽക്കാനിടയാകരുത്. ഞാൻ കടന്നു പോകണം. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ സകല ഗേറ്റുകളും തുറന്ന് വെച്ചുകൊണ്ട് നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിവുള്ള ഈ ശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഒരു ഓർഡർ ഇടുന്ന രാത്രിയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന, അതിനുവേണ്ടി കാക്ഷിക്കുന്ന, അതിനുവേണ്ടി നോക്കിയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് രാത്രി ദൈവത്തിന്റെ കരം എനിക്ക് അനുകൂലമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉറക്കപ്പറ, സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും. മനസ്സിലായോ? ഞാൻ പോകുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടെ. രാജാവിന് തിരുവുള്ളമുണ്ടായി. ഞാൻ യഹൂദയിൽ എത്തും വരെ നദിക്ക് അക്കരെയുള്ള ദേശാധിപതിമാർ എന്നെ കടത്തിവിടേണ്ടതിന് എന്നെ എന്ത് ചെയ്യണം? കടത്തിവിടണം. ഒരൊറ്റ ഒരുത്തൻ എന്നെ തടയരുത്. അഥവാ തടഞ്ഞാൽ എന്ത് ചെയ്യണം? കടത്തിവിടേണ്ടതിന് അവർക്ക് എഴുത്തുകളും പ്രൈസ് ഗോഡ് ആമേൻ. ഞാൻ ആലോചിക്കുകയാണ്, നെഹമ്യാവിനെ തടഞ്ഞാൽ എന്ത് ചെയ്യുന്നറിയാമോ? രാജാവിൻ്റെ ഓർഡർ എടുത്ത് അങ്ങോട്ട് കാണിക്കും. ഇന്ന് രാത്രി ആമേൻ നിനക്ക് കിട്ടിയിരിക്കുന്ന വചനം എടുത്തിട്ട് നിന്നെ തടയുന്നിടത്ത് കാണിക്കുക. ഞാൻ വെറുതെയല്ല വരുന്നത്. എൻ്റെ ദൈവം എനിക്ക് തന്ന വചനം, എൻ്റെ ദൈവം എനിക്ക് തന്ന വചനം, എൻ്റെ ദൈവം എനിക്ക് തന്ന വചനം, സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കും. എൻ്റെ വിഷയത്തിന് പരമാധികാരിയായ ഒരുവൻ എനിക്ക് വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. ഏത് ദേശാധിപതി തടഞ്ഞാലും നെഹമ്യാവ് എന്ത് ചെയ്യും? ഇതെടുത്ത് കാണിക്കും. സല്യൂട്ട് ചെയ്ത് പൊക്കോളം പറയും. ഇന്ന് രാത്രി സല്യൂട്ട് ചെയ്ത് വിടുന്നത് വിശ്വാസത്താണ്. എത്ര കാണുന്നുണ്ട്? അനേകരുടെ മുമ്പിൽ അടഞ്ഞ വഴികൾ, കഴിഞ്ഞ നാളുകൾ അടഞ്ഞ വഴികൾ, ദേശാധിപതികളുടെ വഴികൾ, ബന്ധനത്തിൻ്റെ വഴികൾ, പോരാട്ടത്തിൻ്റെ വഴികൾ, ശത്രുവിൻ്റെ വഴികൾ ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ തുറന്നു കിടക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ വഴി നിനക്ക് വേണ്ടി തുറന്നു കിടക്കത്തക്കവണ്ണം. ആമേൻ. ദൈവിക വാഗ്ദത്തങ്ങൾ അറിയണമെങ്കിൽ യെശയ്യാ പ്രവചനം 45-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ച്. യെശയ്യാവ് 45:1 മുതൽ. യഹോവ തൻ്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചുകളെ അഴിക്കേണ്ടതിന്, കഥകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിന് ഞാൻ അവന്റെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇന്ന് രാത്രി ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രക്കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകൾ ഖണ്ഡിച്ചു കളഞ്ഞുകൊണ്ട് നിന്റെ മുമ്പാകെ നടകൊള്ളുന്ന ഒരുവനുണ്ട്. അവനാണ് നിനക്ക് കാര്യം സാധിപ്പിക്കാൻ പോകുന്നത്. സ്വർഗത്തിലെ ദൈവം എനിക്ക് കാര്യം സാധിപ്പിക്കുമെന്ന് പറയുമ്പോൾ ഇതുപോലെ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്ര കഥകളെ തകർത്ത ഇരുമ്പോടാമ്പലുകളെ മുറിച്ച് നിനക്ക് വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ കരം ചലിക്കാൻ പോകുന്നു എന്നുള്ള വിശ്വാസത്തോടെ ഏറ്റുപറയാമോ? സ്വർഗത്തിലെ ദൈവം എന്റെ കാര്യം സാധിപ്പിക്കും.
സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. വിശ്വാസമുണ്ടോ? ഒരു ഹല്ലേലൂയ പറഞ്ഞ്, ഒരെണ്ണം കൂടെ പറഞ്ഞ്, ധൈര്യമായിട്ട് ഒന്നുകൂടെ പറയ്. ഇനി വായിക്കുന്ന കേക്ക്. പ്രൈസ് ഗോഡ്. വായിച്ചോ. നെഹെമ്യാവ് 1 അവർക്ക് എഴുത്തുകളും ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിന് ഞാൻ ചെന്ന് പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി. ആലയത്തിനും പട്ടണത്തിന്റെ മതിലിനും ഞാൻ താമസിക്കാൻ പോകുന്ന പാർപ്പാനിരിക്കുന്ന വീടിനും വേണ്ടി. ദൈവപ്രവൃത്തി വെളിപ്പെടുമ്പോൾ നീ ചോദിക്കുന്ന ഒരു മതില് പണിയുടെ കാര്യം മാത്രമല്ല, നിന്റെ വീടിന്റെ കാര്യവും കൂടി ഇതിന്റെ കൂടെ നടക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. നീ പാർക്കുന്ന ഭവനത്തിനകത്ത് തന്നെ ദൈവശക്തി വെളിപ്പെട്ടിട്ട് നിന്റെ വിഷയത്തിന്മേൽ ഒരു മറുപടി ഉണ്ടെന്ന് ഇന്ന് രാത്രി വീടിനകത്തുണ്ട്, നിന്റെ വീട്ടിനകത്തുണ്ട്, നിന്റെ യാത്രയ്ക്ക് വഴിയിലുണ്ട്, നിന്നെ ചെല്ലുന്നിടത്തുണ്ട്, കോട്ട വാതിലിലുണ്ട്, ആലയത്തിന്റെ വാതിലിലുണ്ട്. ആമേൻ. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വിടുതൽ എവിടെയൊക്കെ ഉണ്ട്? പോകുന്ന വഴിക്ക് എല്ലാ ചെക്ക് പോസ്റ്റിലും. 2 മതിൽ പണിയാൻ, 3 ആലയത്തിൻ്റെ വാതിൽ പണിയാൻ, കോട്ടവാതിൽ പണിയാൻ. തീർന്നില്ല, ഇതൊക്കെ വലിയ വലിയ വാതിലുകളാണ്. നിന്റെ വീട് പണിയാൻ കൊച്ചു കഷ്ണം മതി, അതും കൂടെ തരും. പ്രൈസ് ഗോഡ്. യേശുവിൻ്റെ നാമത്തിൽ നിന്റെ വീട് ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ, നിന്റെ കുടുംബത്തിൽ ഇടിഞ്ഞു കിടക്കുന്ന അനുഭവങ്ങൾ, നിന്റെ കുടുംബത്തിൽ തകർന്നു കിടക്കുന്ന അനുഭവങ്ങൾ, നിന്നെ സുരക്ഷിതനാക്കേണ്ടതിനായി മുടങ്ങിക്കിടക്കുന്ന അനുഭവങ്ങൾ, ഇതിന്മേൽ വ്യാപരിക്കാൻ പോകുന്ന ദൈവശക്തിക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അടുത്തത്, ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിജയന്മാരായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്ന് ഞാൻ രാജാവിനോട് അപേക്ഷിച്ചു. അവന് ഒരു എഴുത്ത് തരണം. 2-3 എഴുത്തുകളാണ് ചോദിച്ചത്. അടുത്ത വാക്യം, എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട്, എന്റെ ദൈവത്തിന്റെ ദയയുള്ള കൈ എനിക്ക് അനുകൂലമായിരുന്നത് കൊണ്ട് രാജാവ് അത് എനിക്ക് തന്നു. രാജാവ് അത് എനിക്ക് തന്നു. എന്തോ രാവിലെ പ്രാർത്ഥിച്ചത്? 1:12. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച്, ഇന്നടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. ഇന്ന് ഒന്നുകൂടെ വാക്യം വായിച്ചേ. ഇത്ര ഉള്ളത്. ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച്, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച് ഈ മനുഷ്യന്റെ മുമ്പാകെ, ഈ മനുഷ്യന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. എനിക്ക് ദയ ലഭിക്കുമാറാകണമേ. കാലത്ത് പ്രാർത്ഥിച്ചു. കിട്ടിയോ? കിട്ടിയോ? ഈ വചനം വിശ്വസിച്ചുകൊണ്ട് ഇന്ന് രാത്രി പോയത് എനിക്കും ചിലത് കിട്ടാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാമോ? സാധ്യമേ, എല്ലാം സാധ്യമേ. എല്ലാവർക്കും എഴുന്നേറ്റ് ഒരു പാട്ടുപാടി ആരാധ്യം പോവാം. എല്ലാം സാധ്യമേ, യേശു എൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്യ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. ഓ സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവിൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ബുദ്ധിക്ക്
സാന്ത്വനം എൻ ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. എൻ ബുദ്ധിക്കതീതമത്യത്ഭുതങ്ങളെന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. യേശുവിൻ കൂടെയുള്ളതാ. ഭാരം പ്രയാസങ്ങൾ വന്നിടും എല്ലാം ഭയപ്പെടുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടും എല്ലാം ഭയപ്പെടുകയില്ല ഇനി. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമായിരിക്കുന്നുമില്ല എന്നെ ശക്തരാകുന്നവർ ഇന്ന് രാത്രി സാഹചര്യങ്ങൾ കണ്ട് തീരുമാനത്തിലെത്തല്ലേ. വിശ്വസിക്ക്, സ്വർഗത്തിലെ ദൈവം കാര്യം സാധിപ്പിക്കും. ഈ വചനങ്ങൾ ദൈവം കർത്താവിനെ സഹായിക്കുക. നമ്മുടെ കണ്ണുകളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിനും ഭൂമിക്ക് നാഥനായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ നാമത്തെ പാടി ആരാധിപ്പാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവവചന കേൾവി കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥകൾക്കെല്ലാം വ്യത്യാസം വരുത്തുമെന്ന് പ്രാരംഭത്തിൽ കർത്താവിനെ ഞാൻ ഓർപ്പിച്ചതുപോലെ വചനത്തിന്റെ സാധ്യതകൾക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, സ്വർഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കുമെന്നുള്ള വലിയ ഉറപ്പ് രാത്രികാലം അവർ ജനത്തിന് നൽകിയ വലിയ കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കരഞ്ഞ വിഷയങ്ങളിൽ, ഞങ്ങളുടെ മനസ്സ് ഇടിഞ്ഞുപോയ വിഷയങ്ങളിൽ കർത്താവേ, പ്രാർത്ഥിച്ച വിഷയങ്ങളിൽ നിശ്ചയമായി ഒരു മറുപടി ജനത്തെ അങ്ങ് അയക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. സാഹചര്യങ്ങൾ പ്രതികൂലമാണ്, ഒന്നും അനുകൂലമല്ലെങ്കിലും അവരുടെ വചനത്തിന് ശക്തിയാൽ രാത്രികാലം കർത്താവേ, വാടിയ മുഖത്തിന്റെ അനുഭവങ്ങളെ പരിശുദ്ധാത്മാവ് മാറ്റുന്ന കൃപയ്ക്കായി
കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്ന അബ്രഹാമിന് വേണ്ടി പ്രവർത്തിച്ച അതേ ദൈവം തന്നെ കർത്താവ്, നെഹമ്യാവിന് വേണ്ടി പ്രവർത്തിച്ച ആ ദൈവ കർത്താവിന്റെ രാത്രി ഞങ്ങൾക്ക് വേണ്ടി വഴികൾ ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. രാജാക്കന്മാരെ അധികാരികളെ കർത്താവ് ഞങ്ങൾക്ക് അനുകൂലമാക്കി ഞങ്ങൾ വഴി തുറക്കുവാൻ മുഖാതിൽ ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ മക്കൾ രാത്രികാലം ഏത് വിഷയത്തിൽ ഭാരപ്പെട്ട് മുഖം വാടി കടന്നു വന്നിട്ടുണ്ടോ, രാത്രികൾ കേൾക്കപ്പെട്ട വചനത്താൽ അവരുടെ അവസരങ്ങൾക്ക് കർത്താവ് പൂർണ്ണ വ്യത്യാസം പൂർണ്ണ വിടുതൽ കർത്താവ് കൽപ്പിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. കർത്താവ് മുഖം വാടിവനായിട്ടല്ല, സന്തോഷത്തിന് മടങ്ങിപ്പോവാൻ കർത്താവ് സഹായിക്കുന്നത് ഓർത്ത് തിരുനാമത്തിന് സ്തോത്രം. അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ മക്കളെ എല്ലാ ഫലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. വചനം ശുശ്രൂഷിപ്പാൻ അധികാരത്തോടെ അഭിഷേകത്തെ ശുശ്രൂഷിപ്പാൻ അവിടുത്തെ ബലപ്പെട്ട ദാസനും രാത്രികാലം ഉപയോഗിച്ച കൃപയ്ക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം. ഞങ്ങൾ എല്ലാവരും രാത്രികാലം ഒരു വലിയ ഉറപ്പോടുകൂടെ വലിയ വിടുതലോടുകൂടെ വലിയ സമാധാനങ്ങളെ മടങ്ങിയേക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മുഴുവൻ മഹത്വവും കർത്താവ് എടുക്കണമേ. പ്രാർത്ഥന കർത്താവ് കേട്ടതുകൊണ്ട് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ. നമ്മുടെ കർത്താവിന്റെ രക്ഷിതാവുമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം പിന്നെയും കാര്യം സാധിപ്പിക്കത്തക്കവണ്ണം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. Hallelujah. Praise the Lord.